ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. FX മീഡിയ എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമായി ദൈവമക്കളുടെ നടുവിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായി ദൈവം ഒരുക്കിയ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന കർത്താവിൽ ബഹുമാനായ കർത്താവ് ദാസൻ പാസ്റ്റർ സിബിമോൻ അവറുകൾ, ബ്രദർ ഫിലിക്സ് കോട്ടയം, സിസ്റ്റർ ഷാരോൺ തങ്കച്ചൻ എന്നിവരോടുള്ള നന്ദിയും വന്ദനത്തെയും ഈ രാത്രികാലം അറിയിക്കുക. നാം ഇതുവരെ നടന്നിട്ടില്ലാത്ത പാതയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രതിസന്ധിയും പ്രയാസങ്ങളിലൊക്കെ നടക്കുന്ന ഈ കാലയളവിൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവാത്മാവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒന്ന് രണ്ട് ചിന്തകൾ ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ ലൈവിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, അതിനുശേഷമായും ദൈവവചനം ഈ മെസ്സേജ് ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഞാനിവിടെ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച തടവിലാക്കി. അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവത്തിന്റെ വചനമാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകമാണ്. 1-ാം അധ്യായം നമുക്കറിയാം. ഈ പുസ്തകത്തിൽ അനവധി സംഭവങ്ങളുടെ ആരംഭങ്ങളും പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുടെ ആരംഭങ്ങളും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുടെ ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തമേറിയ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, മദ്യാസിനെ തെരഞ്ഞെടുക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച നമുക്ക് കാണുവാൻ കഴിയും. 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുന്ന ആളുടെ മുടന്തനായ വ്യക്തി പത്രോസും യോഹന്നാനും കൂടി യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞപ്പോൾ അവൻ തുള്ളിയും ചാടിയും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന സംഭവ ചരിത്രം. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് കാണുവാൻ കഴിയുന്നത്? പത്രോസ് അപ്പോസ്തലന്റെ ശക്തമേറിയ മെസ്സേജാണ്. എന്താണ് താൻ വിളിച്ചു പറയുന്നത്? മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തുവല്ലാതെ വേറൊരു നാമവും ഇല്ല എന്ന് ശക്തമായ മെസ്സേജാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അവിടെ പറയുകയാണ്, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അനന്യ സഫീറമാർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മേശയിൽ മേൽ ശുശ്രൂഷിക്കാൻ വേണ്ടി സ്തേഫാനോസിനെ തെരഞ്ഞെടുക്കുന്നു. 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് കൊല്ലപ്പെടുന്നു. 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തുന്നു. 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ശൗൽ എന്ന് പറയുന്ന മനുഷ്യന്റെ മാനസാന്തരം. 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തുപ്പട്ടിയുടെ ചരിത്രം. 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അഗബോസ് എന്ന് പറയുന്ന വലിയ പ്രവാചകൻ ദേശത്തെല്ലാം വലിയ ക്ഷാമമുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയൊരു പ്രവചനം നടത്തുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വചനം 13-ാം അധ്യായത്തിൽ ശുശ്രൂഷയ്ക്കൽ പരിശുദ്ധാത്മാവ് ബർന്നബാസിനെയും പൗലോസിനെയും
ശുശ്രൂഷയ്ക്കായി നിയമിക്കുന്ന ചരിത്രങ്ങൾ കാണുവാൻ കഴിയും. 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന സംഭവങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങൾ ഇളകി മറയുന്ന സംഭവങ്ങൾ. 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തുറന്നോസിന്റെ പാഠശാലയിൽ പൗലോസ് നിന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് അർത്തമിസ് ദേവിയുടെ കുടിയിരിക്കുന്ന മേഖലകൾ അതിന്റെ ശക്തിയെ ഇളക്കി മറിച്ചുകൊണ്ട് ദൈവിക ശക്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അർത്തമിസ് ദേവിയുടെ അതിനെ ശുശ്രൂഷകൾ ചെയ്യുന്ന മന്ത്രവാദികളെ ശകുനവാദികളെയും അതിന്റെ ഏലസുകളും തകിടുകളും പുസ്തകങ്ങളൊക്കെ പൗലോസിന്റെ കാൽക്കലിട്ട് കത്തിച്ചു കളയുന്ന സംഭവങ്ങളാണ് 19-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഈ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ അത്ഭുത പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിനാൽ ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്കുടനീളം കാണുവാൻ കഴിയുന്നത്. ഒടുവിലെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ രക്ഷപ്പെട്ട് എവിടെ വരികയാണ്? മെലീത്ത എന്ന് പറയുന്ന ദ്വീപിലേക്ക് വരുന്നു. അവിടെ ഹല്ലേലൂയ നോക്കുക, അവിടെ തകർന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ആ ചരിത്ര ഭാഗത്തേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മധ്യാസനെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ മധ്യാസനെ തെരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവിന്റെ പകർച്ച 2-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 120 പേരടങ്ങുന്ന ഒരു കൂട്ടം ചില പ്രിയപ്പെട്ടവര് ഒരു മാളിക മുറിയിൽ ഒന്നിച്ചു കൂടിയിട്ട് അവർ ദൈവത്തെ പാടി ആരാധിക്കുകയാണ്. അവരുമേൽ ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുമേൽ വ്യാപരിക്കുന്നു. അന്യപക്ഷി അടയാളത്തോടെ അവർ ദൈവ ആളുകൾ സംസാരിച്ചു തുടങ്ങുകയാണ്. നോക്കുക, അതിനുശേഷമായിട്ട് സംഭവങ്ങളൊക്കെ വലിയ അത്ഭുതത്തിലേക്ക് മാറിക്കഴിയുന്നു. പത്രോസിന്റെ പ്രസംഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രോസ് അത് നമുക്കറിയാം. പത്രോസിനെ പറ്റി പഠിക്കുമ്പോൾ ശീമോൻ എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് ഞാങ്ങളെ എന്നാണ്. ആടി ഉലയുന്നവൻ എന്നാണ് അർത്ഥം. നോക്കുക, ഈ ആടി ഉലയുന്നവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നോക്കുക, നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ആ സ്വഭാവ രീതി നമുക്കറിയാം. എടുത്തുചാട്ടക്കാരനാണ്. ഞാൻ ഒരു പ്രശ്നം വരുമ്പോൾ ആടി ഉലയുന്നവനാണ്. പ്രശ്നത്തെ തരണം ചെയ്യാൻ അറിയാത്തവനാണ്. പ്രശ്നത്തെ വല്ലാത്ത ദിശയിൽ ചിന്തിച്ച് മനസ്സ് മുഴുവനും വ്യാകുലപ്പെട്ട് വല്ലാത്ത ദിശയിലൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇതാ മീന്റെ ഗന്ധമുള്ളവൻ, മീന്റെ എണ്ണം മാത്രം അറിയാവുന്നവൻ, മുക്കുവനായിരിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആള് മാറി. ഹല്ലേലൂയ മാത്രമല്ല ഹല്ലേലൂയ അവന്റെ ആ സംഭാഷണ രീതികൾ മാറി, അവന്റെ പ്രഭാഷണത്തിന്റെ ശൈലി മാറി. മാത്രമല്ല അവന്റെ സ്വഭാവത്തിന് മാറി. അവന്റെ എല്ലാ മേഖലകൾക്കും എന്താണ് ഒരു വ്യത്യാസം വരുവാനിടയായിട്ട് കാണുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന് മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. നോക്കുക, ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് ഹല്ലേലൂയ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നു വരുന്ന ഒരു അന്തരീക്ഷമാണ് 3-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അവർ പ്രാർത്ഥിക്കാൻ കടന്നു വന്നപ്പോൾ ഒരു മനുഷ്യനെ ഇതാ 4 പേര് ചുമന്നുകൊണ്ട് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ കൊണ്ടിരുത്തിയിരിക്കുന്നു. അവർ നോക്കി നിൽക്കുമ്പോൾ അവരിങ്ങനെ ഭിക്ഷ കഴിച്ചുകൊണ്ടിരിക്കുക. വല്ലതും തരണേ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി യാചിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ അവർക്ക് പ്രയാസം തോന്നിക്കാണുമായിരിക്കാം. ഈ മനുഷ്യൻ ഇതാണ് പത്രോസിനെയും യോഹന്നാനെയും ഉറ്റുനോക്കി അവരെന്തെങ്കിലും തരുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കിയപ്പോൾ പത്രോസും യോഹന്നാനും കൂടി പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? നീ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ കൈവശമില്ല, എന്നാൽ ഞങ്ങളെ കൈവശമുള്ളത് ഞാൻ നിനക്ക് തരാൻ പോകുക. ഹല്ലേലൂയ നോക്കുക, നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവനെ നരിയാൽ ഉറച്ചു. അവൻ തുള്ളിയും ചാടിയും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നോക്കുക, അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ ആ പകർച്ചയ്ക്ക് ശേഷം സഭയുടെ വലിയ അത്ഭുതങ്ങൾ നടക്കുക. സഭയിൽ
വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, വലിയ വീര്യപ്രവൃത്തികൾ നടക്കുന്നു, വലിയ 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 അത്ഭുതങ്ങൾ നടക്കുകയും രോഗികൾ സൗഖ്യമാകുന്നു, അനേകർ സ്നാനപ്പെടുവാൻ വേണ്ടി ഓടി അടുക്കുന്നു. ഹല്ലേലൂയ. നോക്കുക, പത്രോസിന് ഒറ്റ പ്രസംഗത്തിൽ അനേകർ എന്താണ് സ്നാനമേൽക്കുകയാണ്. 3000-ഓളം പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്ന സംഭവങ്ങളാണ് നമുക്ക് ഉള്ളതുകളെ കാണുവാനും കഴിയുന്നത്. നോക്കുക, 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായത്തിൽ പത്രോസ് നിന്നുകൊണ്ട് ചർച്ചക്കാരുടെയും പ്രഭുക്കന്മാരുടെയും മാത്രമല്ല പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും യഹൂദ മതാനുസരിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയുന്നതാണ്, മറ്റൊരുത്തരും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു അല്ലാതെ വേറൊരു നാമമില്ല എന്ന് പത്രോസ് ശക്തമായി പ്രസംഗിച്ച് വിളിച്ചു പറയുന്ന കാര്യമാണ്. മനസ്സിലായോ? ഈ പണ്ഡിതന്മാർ പറയുക, അവരോട് വിരൽ ചൂണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ക്രൂശിച്ച, ഹല്ലേലൂയ, നിങ്ങൾ ക്രൂശിച്ച യേശു ക്രിസ്തുവിനെ നോക്കുക, അവനിലൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യയോഗമായി നിന്നപ്പോ ആദ്യത്തെ പരസ്യയോഗത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണുവാനും കഴിയുന്നത്. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ ശക്തമായി എന്ന് പറയുന്നു, മറ്റൊരിടത്തും രക്ഷയില്ല എന്ന് അവരോട് പറയുക. ജനമൊക്കെ ആർപ്പിട്ടുകൊണ്ട് പലരും ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ വേണ്ടി, യേശുവിന് വേണ്ടി ഹൃദയങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് അനേകായിരങ്ങൾ 3000-ഓളം പേരാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാനിടയായിട്ടുള്ള ഒറ്റ മെസ്സേജിൽ. ഹല്ലേലൂയ. മനസ്സിലായോ? പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ 5000-ഓളമായി സഭയിൽ ആത്മാക്കൾ പെരുകി തുടങ്ങി. അങ്ങനെ സഭ ഇങ്ങനെ പ്രബലപ്പെട്ട് ശക്തിപ്പെട്ട് സഭയിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ട് ഇങ്ങനെ പ്രബലപ്പെട്ട് വരുമ്പോഴാണ് എന്താണ് സംഭവിച്ചത്? ആ കാലത്ത് ഹേരോദാവ് എന്ന് പറയുന്ന ആ രാജാവ് സഭയിലെ ചിലരെ പീഡിപ്പിക്കാൻ വേണ്ടി കൈ നീട്ടിപ്പിടിച്ചു എത്തിപ്പിടിക്കുക. മനസ്സിലായോ? അപ്പോൾ കഴിഞ്ഞ നാളുകളായി വർഷങ്ങളായി എത്തിപ്പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്നാൽ പിടിക്കാൻ കഴിയുന്നില്ല. കാരണം ചോദിച്ചാൽ അവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. ആ ശക്തി ഉള്ളിടത്തോളം കാലം എത്തിപ്പിടിക്കാൻ വേണ്ടി നാളുകളായി വർഷങ്ങളായി തക്കം പാർത്തുകൊണ്ട് നിനക്കെതിരെ, തലമുറക്കെതിരെ നിന്നെ തകർത്ത് കളയാൻ വേണ്ടി രോഗങ്ങളിട്ട് നിന്നെ എത്തിപ്പിടിക്കത്തിൽ നോക്കത്തക്ക വിധത്തിൽ പിശാച് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ജയം നിനക്ക് തരാൻ പോകുക. നിന്നെ ഒരു സാത്താൻ ശക്തിക്ക് തൊടാൻ കഴിയത്തില്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. യേശു ക്രിസ്തുവിനെ കല്ലറയിൽ ഉയർപ്പിച്ച ആത്മാവിന്റെ ശക്തിയാ നിന്റെ മേൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. നോക്കേ, അപ്പൊ സഭയിലെ പീഡിപ്പിക്കാൻ വേണ്ടി കൈ നീട്ടി പിടിച്ചു. ആരെ പിടിച്ചിരിക്കുക? ആ യാക്കോബിനെ പിടിച്ചു. അപ്പൊ ഞാനിത് ചിന്തിച്ചപ്പോൾ ഇവിടെ 3 വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഈ 3 വ്യക്തികൾ, ഹല്ലേലൂയ, ഈ 3 വ്യക്തികളെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ, ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ 3 വ്യക്തികൾ എന്ന് പറയുമ്പോൾ സഭയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഇവർക്ക് 3 പേർക്കും അതിന് പ്രാധാന്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ചരിത്രം അറിയാവുന്നത് കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ഗലാത്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു. എങ്ങനെ കുറിച്ചു വെച്ചു? ഈ യാക്കോബും പത്രോസും യോഹന്നാനും അല്ലെങ്കിൽ ദൈവസഭയുടെ തൂണുകളാണ്. അപ്പോൾ ഈ തൂണുകൾ ഇങ്ങനെ വലിച്ചു പറിച്ചു കളഞ്ഞ എന്താണ്? തൂണുകൾ ഓരോന്ന് പിഴുതി മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സഭ ഇങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമെന്നാണ് വിചാരിച്ചത്. ഇപ്പൊ ആരെ പിടിച്ചിരിക്കുകയാണ്? യാക്കോബിനെ പിടിച്ചിരിക്കുക. അപ്പോൾ ബൈബിൾ സ്കോളേഴ്സുകാർ പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഈ യാക്കോബ് എന്ന് പറയുന്ന ഈ മനുഷ്യന് അവന്റെ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ കഴിയും. എന്താണ് അവൻ? ഹല്ലേലൂയ, ഒട്ടകത്തിന്റെ ഹല്ലേലൂയ കാല് പോലെയാണ്, തഴമ്പോട് കൂടിയാണ് അവന്റെ കാലുകൾ എന്നാണ് ബൈബിൾ സ്കോളേഴ്സുകാർ പറയുന്നത്. കാരണം എന്തെന്നറിയാമോ? അവന് എന്താണെന്നറിയാമോ? അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ പ്രാർത്ഥന മനുഷ്യൻ ദൈവസഭ ഉള്ളിടത്തോളം കാലം ഒരു ശക്തികൾക്ക് തൊടാൻ കഴിയത്തില്ല. മനസ്സിലാവുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ നോക്കിയേ, അപ്പൊ ഈ പ്രാർത്ഥന മനുഷ്യൻ നിൽക്കുകയാണ്. ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന ദൈവദാസി, പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യൻ, ഹല്ലേലൂയ, ദൈവസഭ ഉള്ളിടത്തോളം കാലം ഒരു ശക്തി തകർക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥന എവിടെയുണ്ടോ
അവിടെയൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ദാനിയേൽ ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു, പ്രാർത്ഥനാ വീരനായിരുന്നു. അവൻ പതിവ് പോലെ എല്ലാ ദിവസവും ചെയ്തു വന്നതുപോലെ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായി. അവനെതിരെ നിയമങ്ങൾ എഴുതി വെക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു രാജ്യം മുഴുവൻ, ഒരു സാമ്രാജ്യം മുഴുവൻ, ഒരു ചക്രവർത്തി മുഴുവനും തന്റെ ഒപ്പമുണ്ടായിരുന്ന സകല സഹഭടന്മാരും ശുശ്രൂഷകന്മാരെല്ലാം ഈ പ്രാർത്ഥന മനുഷ്യനെതിരെ പദ്ധതികൾ തയ്യാറാക്കി നിൽക്കുമ്പോൾ, തന്നോടൊപ്പം നിൽക്കുവാൻ, തന്നോട് ചേർന്ന് നിൽക്കുവാൻ ഒരു കുഞ്ഞു പോലും ഇല്ലാതിരിക്കുമ്പോ, ഹല്ലേലൂയ, ഒരു സാമ്രാജ്യം മുഴുവനും തനിക്കെതിരായി നിൽക്കുമ്പോ, ഹല്ലേലൂയ, ഈ പ്രാർത്ഥന മനുഷ്യനെ തകർക്കുവാൻ ഒരു സാമ്രാജ്യത്തിനോ ഒരു ചക്രവർത്തിക്കോ സഹഭടന്മാർക്കോ ഒന്നും കഴിയത്തില്ല. കാരണം ചോദിച്ചാൽ, ഹല്ലേലൂയ, ഇതൊക്കെ പ്രാർത്ഥന മനുഷ്യനാണ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന എന്ന് പറയുന്നതാണ് സ്വർഗം തുറക്കുന്ന താക്കോല. ഓ ഹല്ലേലൂയ, സ്വർഗം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് ഈ പ്രാർത്ഥന മനുഷ്യനാണ് പ്രവർത്തിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് വലിയ വിടുതലുണ്ട്. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നീ അനവധി ദിവസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളില്ലേ? ഒരിക്കൽ സക്കറിയാവിനോട് കർത്താവിന്റെ ദൂതൻ പറഞ്ഞു, അല്ലയോ സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ, അനേകം നാളുകളായി ഉത്തരമില്ലാത്ത ചോദ്യചിഹ്നം പോലെ കിടക്കുന്ന നിന്റെ പ്രാർത്ഥന വിഷയങ്ങളില്ലേ, അത് ഉത്തരമാക്കി മാറ്റുവാൻ, അത് മറുപടിയാക്കി മാറ്റുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പൊ നോക്കുക, ഞാൻ ആ വിഷയത്തിലേക്ക് കടന്ന് വേഗത്തിൽ പോകുക. അപ്പോൾ ഈ പ്രാർത്ഥന മനുഷ്യനെ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ, അത് യഹൂദന്മാർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതിനുശേഷം ആരെ പിടിച്ചിരിക്കുക? ഹല്ലേലൂയ, യോഹന്നാനെ പിടിച്ചിരിക്കുക. അപ്പൊ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? യേശുവിന്റെ മാറോട് ചാരിയിരുന്നവനാ. ഹല്ലേലൂയ, ഇദ്ദേഹം ആരാണ്? വെളിപ്പാട് കാണുന്നവനാണ്. ഒരിക്കൽ ഈ യോഹന്നാൻ എങ്ങോട്ട് നാട് കടത്തി? പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടത്തി തൊട്ട് മുമ്പായി ഡൊമീഷ്യൻ ചക്രവർത്തി ഈ യോഹന്നാനെ പിടിച്ചിട്ട് ആ തിളച്ച എണ്ണയിൽ ഇട്ടിട്ട് വറുത്ത് പൊരിച്ചെടുക്കുവാൻ വേണ്ടി പപ്പടമൊക്കെ പൊള്ളിച്ചെടുക്കുന്നത് പോലെ എടുക്കാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയപ്പോൾ, ഹല്ലേലൂയ, തിളച്ച എണ്ണയിൽ കിടക്കുകയാണ് ഈ യോഹന്നാൻ. തിളച്ച എണ്ണയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഒരു വാക്യം ഇങ്ങനെ വിളിച്ചു പറയുക. ഹല്ലേലൂയ, ആത്മാവിൽ താൻ തുളച്ചു നിന്നൊരു വിളിച്ചു പറയുന്നതെന്നറിയാമോ? നീ തീയിലൂടെ കടന്നുപോയാൽ വെന്തുപോകുകയില്ല. വാത്സല്യ ദൈവദാസന്മാരായ മക്കളെ, തീച്ചൂട് അനുഭവം നിന്റെ മുമ്പിൽ കടന്നു വരാം, എന്നാൽ നീ വെന്തുപോകാത്തതിന് കാരണം, ഹല്ലേലൂയ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ദൈവിക ശക്തിയാണ്. ഹല്ലേലൂയ. അപ്പോ ആ തിളച്ച എണ്ണയിൽ കടന്ന് ദൈവത്തെ പാടി ആരാധിക്കുന്ന, വചനം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന യോഹന്നാനെ കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാനെ വലിച്ചെടുത്തിട്ട് പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. ഹല്ലേലൂയ, പത്മോസിന്റെ ഏകാന്ത തടവിൽ താനായിരിക്കുമ്പോൾ സ്വർഗത്തിൽ വലിയവനായ ദൈവം വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഇതാ വെളിപ്പാടിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആരാണ്? വെളിപ്പാട് കാണുന്നവനാ. അപ്പോൾ സഭയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വെളിപ്പാട് കാണുന്നവൻ. അപ്പൊ ഈ വെളിപ്പാട് കണ്ടിട്ട് യാക്കോബിനോട് പറയും, ഇന്ന വെളിപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ദേശത്തെ പറ്റിയുള്ള വെളിപ്പാടുകൾ, ഇന്ന കുടുംബത്തെ പറ്റിയുള്ള വെളിപ്പാടുകൾ, ഇന്ന ഭവനത്തെ പറ്റിയുള്ള വെളിപ്പാടുകൾ കണ്ടിട്ടുണ്ട്. ഈ പ്രാർത്ഥന മനുഷ്യന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിച്ച് അവർ ജയമേറ്റെടുക്കുന്ന ആ കഴിഞ്ഞ കാലഘട്ടമുണ്ട്. അപ്പൊ പിശാചിന് ഇതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇവരെ തകർത്ത് കളയാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കി. ഹല്ലേലൂയ. നോക്കുക, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഹല്ലേലൂയ. നോക്കുക, ഹല്ലേലൂയ. നോക്കി, ഇവിടെ കാണുവാൻ കഴിയുന്ന സംഭവമുണ്ട്. ഇപ്പൊ ആരെ പിടിച്ചിരിക്കാന്നറിയാമോ? ഞാൻ വേഗത്തിൽ മുൻപോട്ട് പത്രോസിനെ പിടിച്ചിരിക്കുന്നു. പത്രോസ് ആരാണ്? ഇദ്ദേഹം ഒരു പ്രസംഗിക്കുന്ന മനുഷ്യനാ. ഹല്ലേലൂയ. ഇദ്ദേഹത്തിന് ഒറ്റ മെസ്സേജിലാണ് 3000-ഓളം പേര് സ്നാനപ്പെടുവാനിടയായിട്ട്. ഹല്ലേലൂയ. ഞാനിപ്പോ ഈ ലൈവിലൂടെ പ്രസംഗിക്കുന്നത് കൊണ്ടാണ് ഒത്തിരി ഷോർട്ട് ചെയ്ത് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കിയേ, ഈ പ്രസംഗിക്കുന്ന പ്രസംഗം ഈ പ്രസംഗിക്കുന്നത് കൊണ്ടല്ലേ അനേകം രക്ഷിക്കപ്പെട്ട്, ഹല്ലേലൂയ, ദൈവസഭയോട് ചേരുന്നത്, അനേകം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിന്റെ പ്രസംഗത്തെ ഇല്ലാതാക്കുവാൻ, നിന്റെ പാട്ടിനെ ഇല്ലാതാക്കുവാൻ, നിന്റെ ആരാധന ഇല്ലാതാക്കുവാൻ, ഹല്ലേലൂയ, നിനക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ദേശത്തിലെ ശക്തിയുടെ മേൽ ഇന്ന് രാത്രിയിൽ കർത്താവ് ജയം കൽപ്പിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിന്റെ പ്രസംഗത്തെ ഇല്ലാതാക്കുവാൻ, പലപ്പോഴും പ്രസംഗത്തെ മറച്ചു കളയത്തക്ക വിധത്തിലുള്ള പിശാചിന്റെ പദ്ധതി തയ്യാറാക്കി വരുമ്പോൾ ഇന്ന് രാത്രി അതിന് ജയം കർത്താവ് കൽപ്പിക്കുന്നു. നോക്കുക, ഈ പ്രസംഗിക്കുന്ന ഈ മനുഷ്യനെ പിടിച്ചിരിക്കുക. എന്നറിയാം, ഇവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട്
കൊന്നുകളയാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കി. എന്നാൽ ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇങ്ങനെ, അറിയാമോ, പെസക കഴിഞ്ഞിട്ട് പെസക എന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിരിക്കുക. അപ്പോൾ പെസക എന്ന വാക്കിന്റെ അർത്ഥം ഹേരോദാവിന് അറിയത്തില്ല. എന്താ പെസക എന്ന വാക്കിന്റെ അർത്ഥം? കടന്നുപോക്ക്. ഹല്ലേലൂയ. അപ്പോൾ പത്രോസേ, നീ കഷ്ടത്തിൽ നിന്ന് കടന്നു പോകും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ പെസക എന്ന വാക്കിനൊക്കെ നമുക്ക് കടന്നു പോകാം. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, നമ്മുടെ പെസക കുഞ്ഞാൽ അറുക്കപ്പെട്ടിരിക്കുന്നു, അത് സാക്ഷാൽ ക്രിസ്തു തന്നെ. അപ്പോൾ ആ പെസക കുഞ്ഞാടിലെ ആ രക്തം അടയാളമാണ് പത്രോസിന്മേൽ കിടക്കുന്നത്. ആ അടയാളം കിടക്കുന്നിടത്തോളം കാലം പത്രോസിനെ തൊടാൻ കഴിയത്തില്ല. മനസ്സിലായോ? നമുക്കറിയാം, പഴയ നിയമം പഠിക്കും. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. അവര് യാത്ര പുറപ്പെടുമ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വിട്ട് ആ കനാൻ നാട്ടിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം? പെസക ആചരിക്കണം. ആട്ടുകൊറ്റിനെ അരച്ചിട്ട് അതിന്റെ എന്താണ് രക്തം എടുത്ത് കട്ടുളക്കാലിൽ മേലും കുറുമ്പളിമേൽ പുരട്ടണം. രക്തമടയാളം കാണുന്നിടത്ത് മരണദൂതൻ പ്രവേശിക്കുകയില്ല. ഈ രക്തമടയാളം കണ്ടപ്പോൾ മരണദൂതൻ എവിടെ ഓടിപ്പോയി? ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ കൂടാരത്തുന്നവര് ഓടി മറയുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ സാക്ഷാൽ പെസക കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അത് സാക്ഷാൽ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ നിയമരക്തത്തിന്റെ 33 തിരുവയസ്സിലെ ആ രക്തമടയാളമാണ് പത്രോസിന്മേൽ കിടക്കുന്നത്. ഹല്ലേലൂയ. ഈ അടയാളം കിടക്കുന്നിടത്തൊന്നും പിശാചിന് തൊടാൻ കഴിയത്തില്ല. മനസ്സിലായ പ്രിയപ്പെട്ടവരെ? അപ്പൊ നോക്കിയേ, ഇങ്ങേറ്റത്തെ ഹേരോദാവ് നിൽക്കുന്നു, നടുക്ക് അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നു, ഇങ്ങേ തലക്കിൽ പത്രോസ് നിൽക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാട് നടുക്ക് നിൽക്കുന്നതോളം കാലം ഇതിനെ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പത്രോസിനെ തൊടാൻ കഴിയത്തില്ല. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം അടയാളമായി കിടക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, യേശു ക്രിസ്തു രക്തത്തിന് ശക്തിയുണ്ട്. എന്താണ് ദൈവദാസനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കുറേനേക്കാളുള്ള ഷീമനോട് ചോദിച്ചാൽ കുറേനേക്കാൾ ഷീമൻ പറയും, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവനെ നീ തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഒരിക്കൽ ഞാന് ജോലി കഴിഞ്ഞ് വയലിൽ നിന്ന് കയറി വരുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച ഞാൻ കാണുന്നു. എന്താണ് കണ്ടത്? ഹല്ലേലൂയ. ഒരു മനുഷ്യനെ അനേക ആയിരങ്ങൾ ആൾക്കാർ കൂടി നിൽക്കുന്നു. അതിന് നടുവിൽ ഒരു മനുഷ്യൻ ഇതാ ഒരു മരക്കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തെ മാറി മാറി അടിക്കുന്ന പടയാളികൾ ഞാൻ കണ്ടു. ആ ചാട്ടവാറുകൾ അടിക്കുമ്പോൾ അദ്ദേഹം വാവിട്ട് നിലവിളിച്ച് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ ക്രൂശുമായി താഴേക്ക് വീഴുന്ന സംഭവമാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കൈ പടയാളികൾ ചോദിക്കുന്നുണ്ട്, ആ ക്രൂശ് അല്ലെങ്കിൽ ക്രൂശ് അത് ചുമക്കാമോ? അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ചുമക്കത്തില്ല എന്ന് പലരും ആംഗ്യ ഭാഷ കാണിക്കും ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു പടയാളി എന്നെ കണ്ടു. എന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യന്റെ ക്രൂശ് ചുമക്കണം. ഇല്ല, ഞാൻ ചുമക്കയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവന്റെ കയ്യിലിരുന്ന ആ ചാട്ടമാറുവ് ഇത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചുഴറ്റി അദ്ദേഹം അതിന്റെ അടി മേടിച്ചിട്ട് ഞാൻ ആ ക്രൂശ് ചുമക്കുവാൻ വേണ്ടി നിർബന്ധത്താൽ മുമ്പോട്ട് അടുത്ത് ചെന്നു. വീണ് കിടക്കുന്ന മനുഷ്യനെ ഞാൻ മെല്ലെ ഉയർത്തി. എന്നിട്ട് ആ ക്രൂശിനെ മെല്ലെ ഉയർത്തുവാൻ ഇടയായി തോന്നും. ആ മെല്ലെ ഞാൻ ഉയർത്തുമ്പോൾ ആ മനുഷ്യനെ തിരിഞ്ഞൊന്ന് നോക്കി. അല്ലെങ്കിൽ എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റിട്ട് ആ ക്രൂശിന്റെ തലഭാഗം ചുമക്കുന്നത് യേശു കർത്താവാണ്. ക്രൂശിന്റെ വാനത്തെ ചുമക്കുന്നത് ഞാനാ, കുറേനക്കാരൻ ശീമോനാ. ഹല്ലേലൂയ. ഞങ്ങൾ രണ്ടുപേരും ചുമന്നു പോവുകയാണ്. ഞാൻ നോക്കി നിൽക്കുമ്പോൾ അവന്റെ ശിരസിലൂടെ ഒഴുകപ്പെടുന്ന മുൾക്രീഡാരിയായിരിക്കുന്ന അവന്റെ ശിരസിൽ ഒഴുകപ്പെടുന്ന രക്തക്കറകൾ ആ ക്രൂശിലേക്ക് ഒഴുകി 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 വരികയാണ്. അത് ഒഴുകി വാനത്തേക്ക് വന്നു, അത് എന്റെ ശരീരത്തിലേക്ക് വീണു. ഹല്ലേലൂയ. എന്നിട്ട് ക്രൂശ് ചുമന്നിട്ട് ഞാൻ എന്റെ ഭവനത്തിലേക്ക് പോയി. ഹല്ലേലൂയ. ഭവനത്തിലേക്ക് ചെന്നപ്പോ എന്റെ വരവും കാത്തു നിൽക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. ഗേറ്റിന്റെ പടിക്കൽ നോക്കി നിൽക്കുകയാണ്. എന്തെങ്കിലും മധുര ഫലകാരം കൊണ്ടുവരുമോ എന്നറിയാൻ വേണ്ടി അവർ നോക്കി നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ദുഃഖിതനായി കണ്ണു കഴിപ്പിച്ചുകൊണ്ട് എന്റെ ഭവനത്തിലേക്ക് ഞാൻ മെല്ലെ മെല്ലെ കടന്നു ചെല്ലുകയാണ്. ആ കുഞ്ഞുങ്ങൾ ഓടി വന്ന്, അപ്പ ഇതെന്തു സംഭവിച്ചതാണ്? ആരെങ്കിലും അടിച്ചതാണോ? ആരെങ്കിലും മർദ്ദിച്ചതാണോ? എവിടെയെങ്കിലും വീണതാണോ എന്നൊക്കെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാനൊരു അക്ഷരം പോലും മിണ്ടാതെ എന്റെ ഭവനത്തിലേക്ക് കയറി. എന്നിട്ട് ആ കുഞ്ഞുങ്ങളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ,
അല്പം വെള്ളമെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾ ഓടിപ്പോയി അടുക്കളയിൽ പോയി വെള്ളമെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ആ രക്തക്കറകൾ ഇങ്ങനെ ആ വെള്ളം കൊണ്ട് ഇങ്ങനെ കഴുകിക്കളയുക. ആ രക്തക്കറകൾ എന്റെ ഭവനത്തിലേക്ക് വീണു. ഹല്ലേലൂയ. എന്റെ ഭവനത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്റെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങൾ മാറി മാറി വരണിയായിട്ടു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഭാവി ധന്യകരമായി തീരുമാനടിയായിട്ടു. ഹല്ലേലൂയ. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉക്രാനൊക്കെ ക്ഷീമം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനായി മനുഷ്യന്റെ ക്രൂശ് ചുമന്നതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ കളിന്തട്ട് വീണ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കൊള്ളടിയായി തീർന്നു. ഹല്ലേലൂയ. നോക്കുക, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ മക്കളുടെ പേരുകളൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മത്തായിയുടെയോ മർക്കോസിന്റെയോ യോഹന്നാന്റെയോ ഫിലിപ്പോസിന്റെയോ ഒന്നും മക്കളുടെ പേരുകൾ ബൈബിളിൽ രേഖപ്പെടുത്താതിരുന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശ് അല്പം ഒന്ന് ഉയർത്തിയവൻ, യേശു ക്രിസ്തു ഒപ്പം ആ ക്രൂശ് ചുമന്ന് നടന്നവനായിരിക്കുന്ന കുറേനക്കാരൻ ശീമോന്റെ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലക്സാണ്ടർ റൂഫോസും ഹല്ലേലൂയ അവരുടെ ഭാവി ദൈവ ധന്യകരമാക്കി തീർക്കൊള്ളിയായിട്ടു. ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലായ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ് അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവദാസനെ, കർത്തൃദാസനെ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കാൻ പോകുക. നിന്റെ തലമുറകളത്തെ മാനിക്കാൻ പോകുക. ഉയരങ്ങളിലേക്ക് മാറ്റാൻ പോകുക. നീ കണ്ടിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ലാത്ത അനവധി അത്ഭുതങ്ങളിലേക്ക് നിന്റെ തലമുറ ഉയർത്തുന്ന ദിനമാക്കി മാറ്റാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ. നോക്കുക, ഈ പ്രാർത്ഥന മനുഷ്യനെ പിടിച്ച് ലോക്കപ്പിലിട്ട് കൊല്ലുവാൻ പ്ലാൻ ചെയ്തപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ അവിടുന്ന് വിളിവിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ എല്ലാ കവാടങ്ങളും ഇരുമ്പ് കവാടങ്ങളൊക്കെ തുറന്നു കൊടുത്തു ദൈവത്തിന്റെ ദൂതൻ. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് വിശ്രമിക്ക് സമയം മുൻപ് തീരുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ കിലോമീറ്റർ ദൂരെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന വിഷയം അവളുടെ ഡോറിൽ വന്നിങ്ങനെ കൊട്ടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ പത്രോസിനെ എങ്ങോട്ട് കൊണ്ടുപോയി? ദൈവസഭയിലേക്ക് കൊണ്ടുപോയി. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞല്ലോ, 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെ ആരുണ്ട്? ഞാനുണ്ട്. അങ്ങനെയെങ്കിൽ യേശു ഉള്ളിടത്തേക്ക് പത്രോസിനെ കൊണ്ടു നിർത്തി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇത് രാത്രിയിൽ വിളിച്ചു പറയട്ടെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നീ അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കയ്യിലേക്ക് എത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ പറഞ്ഞാട്ടെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളുടെ അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു അവസരം ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായിരിക്കുന്ന എല്ലാവരെയും ഉള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.